എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യ പാകിസ്ഥാൻ വേൾഡ് കപ്പ് ക്രിക്കറ്റിനെ കുറിച്ചാണ്. അതായത് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ വേൾഡ് കപ്പ് കളിക്കില്ല എന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അത് ന്യൂസ് ചാനലുകളിലൂടെയും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നമ്മൾ കണ്ടതാണ്. അതൊരു വലിയ ചർച്ചാ വിഷയം ആയതുമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു മാച്ച് നടക്കാത്തത്, അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ്, അതേപോലെ ഈ ഒരു മാച്ച് നടക്കാതിരുന്നാൽ ആർക്കാണ് നേട്ടം, ആർക്കാണ് നഷ്ടം സംഭവിക്കുക, വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് എന്ന് പറയുന്നത് ഈ വേൾഡ് കപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് വരുന്ന ഒരു മാച്ച് ആയിരിക്കും. മറ്റേത് രാജ്യത്തിനോട് ഇന്ത്യ കളിക്കുന്നതിലേക്കാട് കൂടുതൽ ഇമ്പാക്റ്റ് ഈ പാകിസ്ഥാനുമായിട്ടുള്ള മാച്ചിലുണ്ടാകും. അതിന് കാരണം എന്ന് പറയുന്നത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതികാരത്തിന്റെ കൂടെ ഒരു കാര്യമായിരിക്കും. അതിന് കാരണം എന്ന് പറയുന്നത് പാകിസ്ഥാനുമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പ്, അതേപോലെ തന്നെ പാകിസ്ഥാനോടുള്ള പ്രതികാരം, അങ്ങനെ ഒരുപാട് വികാരങ്ങൾ ഇതിന്റെ പുറകിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് മറ്റൊരു കാരണം കൂടെയുണ്ട്. ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആരാധകർ അല്ലെങ്കിൽ ക്രിക്കറ്റ് പ്രേമികൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകത്ത് എല്ലാവിടെയും ഉണ്ട് എന്ന് പറയുന്നതായിരിക്കും സത്യം. അതുകൊണ്ട് തന്നെ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് നടക്കുമ്പോൾ അതിന് ഒരുപാട്, അതായത് നിലവിലുള്ള സാഹചര്യത്തെക്കാൾ കൂടുതൽ ഒരു ഇമ്പാക്റ്റ് ആ ഒരു മാച്ചിന് കിട്ടും. ഒരുപാട് ആൾക്കാർ കാണുന്ന മാച്ചാണ്. അതേപോലെ തന്നെ ഈ ഒരു മാച്ച് കാണാൻ വേണ്ടി ചോദിക്കുന്ന പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തവരുണ്ടാവും. അങ്ങനെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും ഈ ഒരു മാച്ചിന്റെ പുറകിലുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് പാകിസ്ഥാൻ ടീം ഇന്ത്യയുമായി കളിക്കില്ല എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. പക്ഷേ പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള ഈ ഒരു മാച്ച് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ വെച്ചല്ല ഈ ഒരു മാച്ച് നടക്കുന്നത്. നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ശ്രീലങ്കയിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ ഒരു സെക്യൂരിറ്റി ഇഷ്യൂ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ത്രെഡ് ഇരു ടീമുകൾക്കും പേടിക്കേണ്ട കാര്യവുമില്ല. കാരണം അത്രയ്ക്കും സെക്യൂരിറ്റിയോടുകൂടി ഒരു ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഒരു മാച്ചുമാണ്. പക്ഷേ ഇവിടെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ടൂർണമെന്റ് ഞങ്ങൾ കളിക്കും, അതായത് ഈ വേൾഡ് കപ്പ് ഞങ്ങൾ കളിക്കും, പക്ഷേ ഇന്ത്യയുമായി കളിക്കില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവരുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ടായിരുന്നത്. അത് തന്നെ ഒരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. കാരണം എന്തുകൊണ്ട് കളിക്കുന്നില്ല എന്നൊരു ചോദ്യം എല്ലായിടത്തും ഉയർന്നിട്ടുണ്ടായിരുന്നു. ICC അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഉത്തരം ഇതുവരെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നോ അതേപോലെ തന്നെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. പക്ഷേ അവർ പറയുന്ന കുറച്ച് ബാലിശമായ കാരണങ്ങളുണ്ട്. അതായത് ക്രിക്കറ്റിൽ പൊളിറ്റിക്സ് പാടില്ല, അതേപോലെ തന്നെ ക്രിക്കറ്റ് ഒരു മാച്ച് ആണെങ്കിലും അതിനെ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ കഴിയില്ല, പിന്നെ അവരുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് പ്രഷർ ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ അതൊന്നും ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇവിടെ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് യാതൊരു എതിർപ്പും ഈ ഒരു മാച്ച് നടക്കുന്നത് കൊണ്ട് ഇവർ കാണിക്കുന്നില്ല. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തന്നെ പറയുന്നുണ്ട്, അതായത് പാകിസ്ഥാൻ ടീം ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ കളിക്കും, അത് ഞങ്ങളൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ മാത്രമാണ് കാണുന്നത്, അല്ലാതെ ഒരു പേഴ്സണൽ വൈരാഗ്യ ബുദ്ധിയോടെ ഒന്നും വെച്ച് കളികളെ കാണുന്നവരല്ല ഞങ്ങൾ എന്ന് വളരെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഈ പ്രേക്ഷകർക്ക്, ക്രിക്കറ്റ് കാണുന്ന ആരാധകർക്ക് ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള മാച്ചിൽ പാകിസ്ഥാനെ തോൽപ്പിക്കുന്ന കാണാനുള്ള ഒരു ആവേശം കൂടെയുണ്ട്. കാരണം വേൾഡ് കപ്പിൽ ഇതുവരെ എനിക്ക് തോന്നുന്നു പാകിസ്ഥാന്റെ കൂടെ ഇന്ത്യ തോറ്റിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത് തെറ്റാണെങ്കിൽ ആർക്കെങ്കിലും കമന്റ് ബോക്സിൽ പറയാം. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഇവിടെ ഈ ഒരു മാച്ച് നടന്നില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടാകാൻ പോകുന്നത് ഇന്ത്യക്ക് തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരു മാച്ച്, അതായത് ഇന്ത്യൻ ടീം ആ ഒരു ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ എതിർ ടീം, അതായത് പാകിസ്ഥാൻ ടീം ആ ഒരു കളിക്കളത്തിൽ ഇറങ്ങിയിട്ടില്ലെങ്കിൽ ആ മാച്ച് പാകിസ്ഥാൻ തോറ്റതായിട്ട് പ്രഖ്യാപിക്കും പുതിയ ICC റൂൾ പ്രകാരം. അങ്ങനെ 2 പോയിന്റ് ഇന്ത്യക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പാകിസ്ഥാന് അതൊരു നഷ്ടം തന്നെയായിരിക്കും. അവർക്ക് 2 പോയിന്റ് നഷ്ടമാവും. പക്ഷേ മറ്റ് കളികളിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്താൽ ചിലപ്പോൾ സൂപ്പർ 8 അവർക്ക് കടക്കാൻ സാധിക്കുമായിരിക്കും. എന്തായാലും ഈ ഒരു അവസ്ഥയിൽ പാകിസ്ഥാൻ അത് ദോഷകരമായിട്ട് തന്നെ ബാധിക്കും. എന്തായാലും ഈ ഒരു അവസ്ഥയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇതേപോലെയുള്ളൊരു പ്രതികരണം ഉണ്ടായ സ്ഥിതിക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റൂള് ICC കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതായത് ഓരോ ക്രിക്കറ്റ് ടീമിനും തോന്നിയതുപോലെ ഞങ്ങൾ ഇന്നേ ടീമിനെതിരെ കളിക്കില്ല എന്നുള്ള ഒരു വാദം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ക്രിക്കറ്റ് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രിക്റ്റ് റൂള് കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്തായാലും അങ്ങനെ ഒരു റൂള് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരുമായിരിക്കും. എന്തായാലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ഒരു മത്സരം നടക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു മാച്ച് തന്നെയാണ്. കാരണം പാകിസ്ഥാനെ ഇന്ത്യ ഈ ഒരു മാച്ചിൽ തോൽപ്പിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാ ഇന്ത്യക്കാരും. ഇവിടെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം ഇതിനിടയിൽ നടക്കുന്ന പൊളിറ്റിക്സും അതേപോലെ തന്നെ പ്രതികാര ബുദ്ധിയും ഒക്കെയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള, അതായത് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ കളിക്കില്ല എന്ന് പറയുന്ന ആ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ആ ഒരു തീരുമാനം തെറ്റാണോ ശരിയാണോ, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം.